Good morning, friends. നിങ്ങൾക്കൊരു നല്ല വിലപ്പെട്ട കാഴ്ച കാണിച്ചത് ഫിഷിങ്. ഇന്ന് മടുപ്പായിരുന്നോ? വള്ളത്തിൽ ഇട്ടാ നല്ലതല്ലേ? കായലിൽ പോവോ? കരിമീൻ പിടിക്കാൻ കായലിൽ പോവോ? ചൂണ്ടയിടും അല്ലേ? ആണോ? ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര പിടക്കിലാണ്. ആ തോടിൻ്റെ ആ മൂലയ്ക്ക് മുട്ടൻ പരാതി ഇങ്ങനെ പൊങ്ങിച്ചാടുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ എക്സസൈസ് ഇപ്പോൾ എനിക്ക് ജിമ്മിൽ പോകാനൊന്നും അറിയാൻ മേലായിട്ടൊന്നുമല്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു യാന്ത്രികമാണ്, ഇതിവിടെ ജനകീയമാണ്. ഞങ്ങളെല്ലാമായിട്ട് കൂടുന്നു, ബന്ധപ്പെടുന്നു, വർത്താനം പറയുന്നു, സ്നേഹബന്ധമുണ്ട്. അടിപൊളിയല്ലേ? ആക്ച്വലി ഐ എം എൻജോയിങ് മൈ മോർണിംഗ് സെഷൻ. കിളികളുടെ പാട്ട് കേൾക്കാം. 2-3 ദേവാലയങ്ങളിലെ ഗാനങ്ങളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേൾക്കും, പ്രാർത്ഥിക്കും. മൊത്തത്തിൽ ഒരടിപൊളി. ഓക്കെ, നമ്മൾ ഈ വെളുപ്പിനെ കിടന്ന് ഉറങ്ങുമ്പം ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ജീവിക്കുക. സ്ട്രെസ്സും പ്രയാസവും പ്രശ്നവും ഗ്യാസും. ഇവിടെ ഗ്യാസും ഇല്ല, സ്ട്രെസ്സും ഇല്ല, കുശുമ്പും ഇല്ല, കുന്നായ്മയില്ല. നമ്മുടെ ഉള്ള വിഭവങ്ങൾ കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. പറ്റുമെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചും സന്ദർഭത്തിനൊത്ത് ഉയർന്നും താന്നും ഒക്കെ ജീവിക്കുക. കളിപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ താഴ്ന്നു കൊടുക്കും, ആവശ്യമുള്ളതിന് നമ്മൾ ഉയർന്നു കൊടുക്കും. അങ്ങനെ ലൈഫ് ഈസ് സോ ഫാൻറ്റാസ്റ്റിക്. നിങ്ങൾക്കും അതാകാം. വെളുപ്പിനെ എഴുന്നേൽക്കുക, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക, ഇച്ചിരി ചൂടുവെള്ളം കുടിച്ച് ഫ്രഷാകുക, 1 മണിക്കൂർ പ്രാർത്ഥിക്കുക, പിന്നെ നടക്കാൻ വരിക, നടപ്പ് കഴിയുമ്പോൾ എക്സർസൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചിന്തകളൊക്കെ മാറും, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറും, ജോലിയിലുള്ള ആവേശം കൂടും, കുടുംബത്തിൽ നല്ല സന്തോഷം വരും. അപ്പോൾ അത് കഴിയുമ്പോഴാണ് നമ്മൾ രോഗത്തിൽ നിന്ന് മുക്തിയാകുമ്പോൾ കിട്ടുന്ന കാശ് കൊണ്ട് ടൂർ പോകണമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലേ നിങ്ങൾക്കറിയാം, ഇസ്മി സൈമൺ എൻ്റെ യൂട്യൂബ് ചാനലാണ്. അത് ഇൻ്റർനാഷണലായിട്ട് പോകുന്നതാണ്. ഫേസ്ബുക്കുണ്ട്, ഇൻ്റർനാഷണലാണ്. അതുപോലെ ഇൻസ്റ്റഗ്രാമും ഉണ്ട്. വേറെ ചിലതൊക്കെ സ്വാധീനിക്കുന്നുണ്ട് പലരും. അതുകൊണ്ട് ഇടാൻ പറഞ്ഞാൽ ഇട്ട് തുടങ്ങിയില്ല. നമുക്ക് പഠിച്ചിട്ട് ചെയ്യാൻ പയ്യെ. ഇപ്പോൾ എനിക്ക് നിങ്ങളാണ് വിലപ്പെട്ടത്, അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഇപ്പോഴും സംവദിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവർ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം അല്ല, ഒരു 2 ആഴ്ച മുമ്പാണ് ഈ നമ്മുടെ സ്ട്രേ ഡോഗിനെ പറ്റി. രസനാണെന്നറിയോ? എല്ലാവരും ഒന്ന് അലേർട്ടായെന്ന് തോന്നുന്നു. ഞാനിങ്ങോട്ട് 18 പട്ടികൾ ഇടയിൽ കൂടെ ഞാൻ നടന്നു. ഇപ്പോൾ 1-2 പട്ടികൾ കഷ്ടിച്ചുള്ളൂ. ബാക്കിയുള്ള പട്ടികളെയൊക്കെ ഇവിടുത്തെ യുവാക്കന്മാർ, കരുത്തന്മാർ അതിനെല്ലാം നിയന്ത്രിച്ചും തോന്നുന്നു. വീട്ടിൽ പിടിച്ച് കെട്ടുകയും അതിനെ പുനരുദ്ധരിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പം തെരുവിൽ കാണുന്നില്ല. താങ്ക് യു യൂത്ത്, ബോത്ത് മെൻ ആൻഡ് വിമൻ, താങ്ക് യു. നിങ്ങൾ പറഞ്ഞത് എന്നിട്ടിപ്പം ചിങ്ങവനത്തെ മാത്രം കാര്യമായിരിക്കത്തില്ല, കേരളത്തിലുടനീളം യുവാക്കൾ മുന്നിട്ടിറങ്ങി. കണ്ണൂരൊക്കെ ഒരു ദിവസം 24 പേരെ കടിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ പിള്ളേർ വിടുമോ? അവരും ചാടി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല കൺട്രോൾ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഇത് വിടരുത്. നമ്മൾ ജീവിച്ചിട്ടാണ് ബാക്കിയുള്ളത്. ഇപ്പം ഹൈക്കോടതി വരെ പറഞ്ഞു കഴിഞ്ഞു, ഗവൺമെൻറ്റിനോട് ശാസിച്ചിരിക്കുക എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഹൈക്കോടതി ജഡ്ജിയെ തിരുവനന്തപുരത്ത് പട്ടി അടിച്ചാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജഡ്ജിമാർക്കോ അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസർമാർക്കോ വെറുതെ ഉത്തരവിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. പ്രശ്നക്കാരായ ശല്യക്കാരായ പട്ടികളെ, തെരുവ് പട്ടിയായാലും വളർത്തുപട്ടിയായാലും, അവയെ നിയന്ത്രിക്കാൻ മുന്നിട്ടിറങ്ങണം. നമ്മളങ്ങനെ ചെയ്യുമ്പം ശക്തന്മാരായി നമ്മളെ പട്ടി കടിക്കാൻ വരത്തില്ല. അറിയത്തില്ലേ? നിങ്ങളുടെ ചുവട് തൊട്ട് നിങ്ങളുടെ സ്റ്റെപ്പ് വരെ പട്ടി ശ്രദ്ധിക്കും. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് സ്റ്റെപ്പ് വെച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ, അത് ഒരുമാതിരി നല്ല ഹെൽത്തി വോക്കാണെങ്കിൽ പട്ടി അരങ്ങത്തില്ല. മറിച്ച് നിങ്ങൾ ദുർബലനും വരച്ച് വരിക, ആസ്മയും വലിച്ചുമൊക്കെ വരികയാണെങ്കിൽ, നിങ്ങൾ ദുർബലനാണെന്ന് കണ്ടാൽ നിങ്ങളുടെ ഒരു പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ട് 100% പട്ടി കടിക്കും. ഈ സ്ട്രേ ഡോഗ് അറ്റാക്ക് ചെയ്യും. അതുപോലെ കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് ചാടിത്തുള്ളി വരുന്ന കുഞ്ഞുങ്ങളെ പുറകെ അവർ പോകത്തില്ല. മറിച്ച് പമ്മിപ്പമ്മി വരുന്ന കുഞ്ഞുങ്ങളെ കയറി പിടിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ നിരീക്ഷിച്ചിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്.
അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് നേരെ ഒരു മൃഗവും വരത്തില്ല. അവർ ഭയപ്പെട്ട് പിന്മാറും. നമ്മൾ വീക്കാണ്, ഭയപ്പെട്ടു പേടിച്ച് അരണ്ടു എന്ന് കണ്ടാൽ അവർ കയറി അറ്റാക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഒരിക്കലും എൻ്റെ മോനെ എന്നോട് പറയായിരുന്നു, ഞങ്ങളൊരു വിനോദയാത്ര പോയപ്പോൾ ഒരു വനത്തിൽ കൂടെ പോവുക. അപ്പോൾ ധാരാളം കരടികളുള്ള സ്ഥലമാണ്. അപ്പോൾ അവനോട് പറഞ്ഞു, ഒരു കരടി ഇപ്പോൾ നമ്മളെല്ലാവരും പോകുമ്പോൾ കുഴപ്പമില്ല, ബട്ട് കരടി വന്നാൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി പപ്പ തന്നെ അതിലൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ, ഒരു വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ഒരു കരടി പെട്ടെന്ന് പ്രതീക്ഷപ്പെട്ട എന്നാ ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഓടും. ഓടരുത്. നമ്മൾ അതേ ക്രൗര്യത്തോടെ മുഖഭാവമൊക്കെ നല്ല വിജൃംഭിച്ച് പിടിച്ച് നമ്മൾ ഇങ്ങനെ കൈയൊക്കെ വിടർത്തി അങ്ങ് നിന്നേച്ചാൽ മതി. ഇവൻ അടുത്തോട്ട് വന്നതിനെ തൊട്ടൂടെ നോക്കിച്ച് പൊക്കോളൂ, അറ്റാക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. കാരണം അവൻ വിചാരിക്കുന്നത് എന്നെപ്പോലെ തന്നെ വേറൊരു ചേട്ടായി നിൽക്കുന്നെന്ന് ഓർത്തോളൂ. നമ്മൾ ഭയപ്പെടുകയോ പേടിക്കുകയോ നമ്മുടെ ഗസ്സർ അങ്ങനെ വന്നാൽ അവ അറ്റാക്ക് ചെയ്യുമെന്ന് പറയും. അത് എനിക്കത് ഞാൻ പരിശോധിച്ച് പഠിച്ചു വന്നപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. ലോകത്തെ ഏറ്റവും ശക്തരായ ആളുകളെന്ന് പറയാൻ മനുഷ്യരാണ്. ജീവികളെന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആളുകളെന്ന് പറയാൻ. മനുഷ്യർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല. മനുഷ്യന് കീഴ്പ്പെട്ടതല്ല ഇരിക്കുന്നത്. നമ്മൾ ഭയപ്പെടേണ്ട, ശക്തമായ യുവതി യുവാക്കൾക്ക് ഒരിക്കൽ കൂടി താങ്ക് യു. അതായത് സ്ട്രേ ഡോഗ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾക്കേ പറ്റത്തുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ വിമുഖത കാണിക്കുമ്പോൾ പോലീസ് അവരുടെ മറ്റു ഡ്യൂട്ടികൾ ഒത്തിരി നിൽക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ യുവാക്കൾ മുന്നിട്ടിറങ്ങി നിയന്ത്രിക്കണം. ഉടമകളെ കൊണ്ട് അതിനെയൊക്കെ പിടിച്ച്, ഇപ്പോൾ എനിക്കൊന്നും വരെല്ലാം ഉടമകൾ പിടിച്ച് കെട്ടിയോണ്ടായിരിക്കും പെട്ടെന്ന് നിങ്ങൾ അപ്രത്യക്ഷമായത്. നമ്മുടെ മാത്രമല്ല, എല്ലാ ചാനലുകളും ഇത് പറയുന്നുണ്ട്. നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ ടൂറിസം ഇവിടെ വളരണം. ടൂറിസം വളരണമെങ്കിൽ ഇവിടെ വൃത്തിയും മെനയുമുള്ള നഗരവീഥികൾ വേണം. സ്ട്രേ ഡോഗ്സ് ഇല്ലാത്ത വീഥികൾ വേണം. ഇപ്പോൾ ഒരു ജർമ്മൻ വനിതയെ എയർപോർട്ടിൽ വെച്ച് പട്ടി കടിച്ചെന്ന് പറഞ്ഞാൽ അവരെഴുതി വിടും. എല്ലാവരും ഈ ഇവിടെ വിനോദയാത്ര വരുന്ന ആളുകളൊന്നും സൈലൻ്റ് അല്ല, ഓർത്തണം. അവർ ഭയങ്കര ക്രേസിയാണ്. മോർ ഓവർ ദൈവർ പവർഫുൾ. അവരൊക്കെ എഴുതി വിടും, പുസ്തകം എഴുതും, അവർ ലേഖനങ്ങൾ എഴുതും, അവരുടെ സൈറ്റിൽ കൊടുക്കും, പെട്ടെന്ന് പടരും. അതുകൊണ്ട് നമ്മൾ വെൽ ബിഹേവിയറിങ് ആയിരിക്കണം. അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ നഗരങ്ങളും ഗ്രാമങ്ങളും എല്ലാം വൃത്തിയും മെലപ്പിലും സൂക്ഷിക്കണം. നമ്മുടെ നാടൊന്ന് രക്ഷപ്പെടട്ടത്. അതിന് നമുക്കും ഒരു കൈ പങ്കുണ്ടെങ്കിലോ കൊള്ളാമല്ലേ? യെസ്, വി മസ്റ്റ് ഡു അവർ പാർട്ട്, ആക്ട് അവർ പാർട്ട് എന്ന് പറയും അല്ലേ? ഓക്കെ, അപ്പോൾ ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. എന്തായാലും നമ്മുടെ കേരളത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ, മിടുക്കനായ ഒരു ഓഫീസറെ എക്സൈസ് കമ്മീഷണറായിട്ട് നിയമിച്ചിട്ടുണ്ട്. അപ്പം വ്യാജക്കള്ളും വ്യാജ ചാരായവും അതുപോലെ ഡ്രഗ് അങ്ങനെയുള്ളതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കരുത്തുള്ള ഒരു ഓഫീസറാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം മുമ്പ് ചില ജില്ലയിൽ ചില പ്രത്യേക ബിസിനസ് നടത്തിയവരെയൊക്കെ ഒതുക്കിയതിൻ്റെ കലിപ്പ് അദ്ദേഹത്തോട് ഇപ്പോഴും ഉണ്ട്. അവർ സമ്പന്നരാണെന്ന് അറിയാമല്ലോ. ഈ സ്വർണ്ണവും വെള്ളിയൊക്കെ ഡീൽ ചെയ്യുന്നൊരു പണക്കാരൻ, വലിയ പണമുള്ളവർ. അപ്പോൾ അവരുടെ വിദ്വേഷം മേടിച്ച് കെട്ടിയാൽ എന്തോ ചെയ്യാനൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ അദ്ദേഹം ഡ്രഗ് മാഫിയായിട്ട് കോർത്ത് അവരെ അടിച്ചൊതുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഗുഡ് സല്യൂട്ട് കൊടുക്കുന്നു. നമ്മുടെ നാട്ടിലെ നമ്മുടെ യുവതികളെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ മാഫിയകളെ തച്ച് തകർക്കാൻ കരുത്തങ്ങിക്കൊണ്ട് ശക്തി കേരള ജനത തരും. വി ആർ ഓൾ സ്റ്റാൻഡിങ് വിത്ത് യു. വി പ്രൗഡ്ലി സല്യൂട്ട് യു സർ. യു ഡിഡ് യുവർ ഡ്യൂട്ടി. എന്താ പറയുക, പ്രൗഡ്ലി വി ആർ വിത്ത് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ നാട് ഇനിയും മുമ്പോട്ട് പോട്ടെ, കുതിക്കട്ടെ. ഓക്കെ, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ബി പോസിറ്റീവ് ഓൾവേസ്. ഓക്കെ, ബൈ ബൈ.